കെബാബും സോസേജും ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് നീന്താനും അറിയാൻ പറ്റും. ടീം ലീഡർ ഈ ഫ്ലോട്ട് ഓക്കെ അല്ലേ? അനുവാണ് ഇതിന്റെ മെയിൻ. ചേച്ചിനെയാണ് മലയിലേക്കായിരുന്നു ഫേസ് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ കടലിലേക്ക് ആക്കി. നമുക്ക് ആദ്യമേ എന്താ സോസേജ് ആണോ ബാർബിക്യൂ ആണോ മറ്റേ കബാബ് ആണോ? Let's put this cooling glass on because I'm the supervisor. സ്വന്തമായിട്ട് ഇത്രയും വലിയ പ്രൈവറ്റ് ബീച്ച് സ്വന്തമായിട്ട് എന്റെ നമ്മുടേതായ ടൈം. രാത്രിയാവുമ്പോഴേക്കും ഇങ്ങനെ മുകളിലോട്ട് പോയി ഇങ്ങനെ ചായ കുടിക്കാം. ഏത് മൂഡ്? ഈ തീയെങ്ങാനും കത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുത്തെ കോൺട്രാക്ട് മൊത്തത്തിൽ ചേച്ചിക്ക് കൊടുത്തേക്ക. ചേച്ചി തല അങ്ങോട്ട് വെച്ചാണ് നടക്കണേ, ഇങ്ങോട്ട് വെച്ച് റെഡി അല്ലേ? അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളെ തീർക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇന്ന് പോവാണ്. അല്ലേ, എങ്ങോട്ടേക്കാ നമ്മള് പോകുന്നേ? നമ്മള് ടെന്റ് കെട്ടാൻ പോവാ. ടെന്റിൽ താമസിക്കാൻ പോകുന്നല്ലേ? താമസിക്കാൻ പോവാ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എക്സൈറ്റ്മെന്റും ത്രില്ലും. നമ്മൾ ഇതുവരെ താമസിച്ചിട്ടുണ്ട് ടെന്റിൽ, പക്ഷെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെയാ പോയേക്കുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ മാത്രമായിട്ട്. കള്ളി, നീ എപ്പോഴാണ് ടെന്റിൽ താമസിച്ചേക്കണേ? പിന്നെ നമ്മള് മറ്റേ പീക്ക് എസ്കേപ്പ് ആയിട്ട് വന്നപ്പോ ചെയ്തില്ല. നമ്മള് ചെയ്തായിരുന്നല്ലേ. നമ്മളിങ്ങനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. നമ്മള് കഴിഞ്ഞ വർഷമാണ് ചേട്ടൻ ടെന്റും കാര്യങ്ങളൊക്കെ മേടിച്ചത് അല്ലേ? ഒരു വർഷമായി. ചേച്ചിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലല്ലോ? ഇല്ല, ഞാൻ നിങ്ങളോട് ഓണ പരിപാടിക്ക് വന്നായിരുന്നു. പക്ഷെ അതും അനു പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ടാണ്. പക്ഷെ ഇത് നമ്മളായിട്ട് സെറ്റ് ആക്കുന്നതാണ്. അപ്പൊ നമ്മള് എങ്ങനെയാന്ന് അറിയത്തില്ല, എന്താവുമെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങളിപ്പോ നേരെ പോകുന്നത് നമുക്ക് ബാർബിക്യൂം പരിപാടി, നമ്മൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യാനാണ് നമ്മുടെ പ്ലാനിങ്. അപ്പൊ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ മോർസൺസിലേക്ക് വന്ന് നമുക്ക് ബാർബിക്യൂ അടിക്കാൻ വേണ്ടിട്ട് ബാർബിക്യൂവിന്റെ ഒരു ഇൻസ്റ്റന്റ് ബാർബിക്യൂ മേക്കർ അല്ലേ? ഇതിന് എത്രയായിട്ട് പ്രൈസ് പറഞ്ഞാൽ 2.5 പൗണ്ടാണ് ഇതിന് പ്രൈസ് പറഞ്ഞത്. അപ്പൊ ഇത് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മതിയാകത്തില്ലേ? നമുക്ക് ചിക്കൻ വിങ്സ് മേടിക്കണം, വേറെ എന്തെങ്കിലും സോസേജോ കാര്യങ്ങളൊക്കെ ഗ്രില്ലടിക്കാൻ മേടിക്കണം. പിന്നെ ഫിഷ് കിട്ടിയാൽ ഫിഷ് അടിക്കുക. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് 2 എടുത്തിട്ടുണ്ട്. ഷോപ്പിങ്ങിന് വേണ്ടി അതെ, ലിറ്റിൽ ഷോപ്പിങ്ങിന് വന്നത് നമ്മൾ കുറച്ച് സാധനം ഇന്നത്തെ ബാർബിക്യൂ ഒക്കെ അടിക്കാൻ വേണ്ടി. കാരണം ചേട്ടാ കെബാബും സോസേജും ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തടിക്കാൻ? ടെന്റ് അടിക്കാനല്ല, ബാർബിക്യൂ ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കണ്ടില്ലേ, വണ്ടിയിൽ നിറച്ച സാധനങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചോണ്ടിരിക്കുക. ബാക്കിലും ഒരുപാടുണ്ട്. പാത്രങ്ങളെല്ലാം എടുക്കണല്ലോ. പാത്രങ്ങൾ ടെന്റ് തന്നെ ഒരു സ്പേസ് പോകും. അങ്ങനെ ആ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കുക്കിങ്ങിനുള്ള സാധനങ്ങള്, സ്പൈസസ്, അങ്ങനെ പിന്നെ ചൂണ്ട, അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോ വണ്ടി ഫുള്ളായി സത്യം പറഞ്ഞാല്. അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ നേരെ ആ ലൊക്കേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ടെന്റും മേക്ക് ചെയ്യണം. കഴിഞ്ഞത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഭയങ്കര കോമഡി ആയിരുന്നു ഞങ്ങൾ. അപ്പൊ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് എത്രത്തോളം നല്ലതാണെന്ന് അറിയാൻ മേലായിരുന്നല്ലോ. അപ്പൊ അത് കാരണമാണ് ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയി അടിച്ചൊക്കെ നോക്കിയത്. അപ്പം ഇത്തവണ എന്തായാലും ഓൾ സെറ്റ് ആണ്. ഞങ്ങൾ നേരെ പോയി ടെന്റൊക്കെ അടിച്ച് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിവിടെ ലൊക്കേഷനിലെത്തി. ഇവിടെയുള്ള പാർക്കിംഗ് നമുക്ക് ഫ്രീ ആണ്. അപ്പുറത്ത് വേറൊരു പാർക്കിംഗ് ഉണ്ട്, ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ നേരത്തെ തന്നെ വന്ന് നമ്മൾ പാർക്കിംഗ് ഇവിടെ കരസ്ഥമാക്കി. അപ്പൊ ഇതാണ് നമ്മുടെ ബീച്ച്. ഇവിടെയാണ് നമ്മൾ സ്റ്റേയും പരിപാടിയൊക്കെ അടിക്കാൻ പോകുന്നത് അല്ലേ? റെഡി അല്ലേ? പിന്നെ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. പക്ഷെ ഇന്ന് ഇത് ക്ലോസ് ആണ്. ഇന്നെന്താ ക്ലോസ് ആവാൻ കാരണം? കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത് ഓപ്പൺ ആയിരുന്നു. ഇവിടെ നമുക്ക് ഐസ്ക്രീമും ബർഗറും അങ്ങനത്തെ പരിപാടിയൊക്കെ കിട്ടും. ഇവിടെ കുറെ ബെഞ്ചസും പരിപാടിയൊക്കെ അവരിട്ട് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഭാര്യയും ഭർത്താവും കൂടെ നല്ല ഭാരമുള്ള ടെന്റ് എടുത്തോണ്ട് വരിക. ഞാനും കൂടെ പിടിക്കണമല്ലോ, ഞാനും കൂടെ പിടിക്കാം. അനുവാണെങ്കിൽ വെള്ളത്തിൽ തണുപ്പുണ്ടാന്ന് നോക്കാൻ വേണ്ടി പോവാ. ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷെ വെള്ളത്തിന് തണുപ്പില്ല. ആ ഒരു സൈഡിലൊക്കെ ആണെങ്കിലും 2-3 പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. എന്താ എങ്ങനെ കുളിക്കാനായത്? ഈ വെള്ളമല്ല അവിടെ കുളിക്കുന്ന കണ്ടില്ലേ? പക്ഷെ നമുക്ക് ഇറങ്ങണ്ട വെള്ളത്തിൽ. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് നീന്താനും അറിയാൻ പറ്റും. ഭയങ്കര തിര. ഇത് നമ്മുടെ നാട്ടിലത്തെ തിര പോലെയുണ്ട്. ഇത് മേളിലാണ് ചന്ദ്രൻ വന്ന് കിടക്കണ്. സൂര്യൻ എവിടെയുണ്ട്? ചന്ദ്രൻ എവിടെയുണ്ട്? ചന്ദ്രൻ അവിടെ, സൂര്യൻ ഇവിടെ, നക്ഷത്രങ്ങൾ ഇങ്ങനെ താഴെ. ഓ വിഷയം. ടെന്റ് അടിക്കാൻ വേണ്ടിയുള്ള ക്യാപ്റ്റൻ നിക്കണ നിപ്പ് കണ്ട? ഓ വിഷയം. ഞാൻ മറ്റേ ഇത് സൂപ്പർവൈസിങ് ചെയ്യാതെ പോയി പണിയെടുക്കടി. ടീം ലീഡർ ഒന്നും വേണ്ട, ഇവിടെ പണിയെടുത്താൽ മതി. ഇവിടെ ആരും ടീം ലീഡർ ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഫ്ലാറ്റ് സർഫസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ടെന്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ബാക്കിൽ നോക്കണ ഒരു മല പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. വരട്ടേടി തന്നെ വല്ല പാമ്പൊക്കെയാണെങ്കിൽ പാമ്പുണ്ടോ യുകെയില്? പിന്നെന്താ? അതെന്ത് സാധനം അത്? അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റി. അവിടെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പം നമ്മൾ ഇവിടെ ആക്കി. ഇവിടെ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ മാറി. ടീം ലീഡർ ഈ ഫ്ലോട്ട് ഓക്കെ അല്ലേ? അനുവാണ് ഇതിന്റെ മെയിൻ.
കോൺട്രാക്ടർ. തിരക്കല്ലിട്ടോന്നാ തറക്കല്ലിട്. അനുവാണ് കുറ്റിമൊത്തം അടിക്കണത് ഇന്ന്. മെയിൻ ആശാരി എടുക്കട്ടെ. അനുവാണ് ഇന്ന് കുറ്റിമൊത്തം അടിക്കണത് കേട്ടോ പിന്നെ. അപ്പോൾ നമ്മൾ ടെന്റിന്റെ ഫസ്റ്റ് മേക്കിംഗ് പ്രോസസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ടെന്റൊക്കെ ഇട്ട് ചേട്ടൻ കമ്പയ്ക്ക് കുത്തി കയറ്റുന്നുണ്ട്. ശരിയാവുമായിരിക്കും അല്ലേ ചേട്ടാ? ശരിയാവുമായിരിക്കും അല്ലേ? 10 മിനിറ്റ് എന്നാണ്. നോക്കട്ടെ ടൈം ഇപ്പൊ എത്രയാ നോക്കട്ടെ. നോക്കട്ടെ ചേട്ടാ, 10 മിനിറ്റിനുള്ളിൽ ശരിയാക്കുമോ നോക്കാം. ഇപ്പം 6 മണിയായി. 10 മിനിറ്റ് കൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഞങ്ങളൊന്ന് ടെന്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം. 10 മിനിറ്റ്. തള്ളാപ്പ് വണ്ടി തള്ളു. അയ്യോ ഒരു പട്ടി ചേച്ചിനെയാണ്. ആ മാസ്ക് ഇട്ടിട്ടുണ്ട്, കടിക്കത്തില്ല, കുഴപ്പമില്ല. എനിക്കൊന്ന് തൊടാൻ വന്നിരുന്നെങ്കിൽ. വേണ്ട അത് ഡേഞ്ചർ. അതുകൊണ്ടാണ് മാസ്ക് ഒക്കെ ഇട്ടേക്കണേ. മാസ്ക് ഉണ്ടല്ലോ, ഇനിയിപ്പോ എന്ത് കടിക്കാൻ. വിളിച്ചിട്ട് പോലും കേൾക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടെന്റായ കയറി വന്നെങ്കിൽ. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ ചേട്ടന്? സമയം എത്രയാണെന്നറിയോ? 10 മിനിറ്റ് 6:09. തിരിഞ്ഞു പോയി. ഞങ്ങക്ക് സീ ഫ്രണ്ട് ആയിരുന്നു വേണ്ടത്. ഇതല്ലടി, ആ സൈഡ് അടി പറഞ്ഞത്. ഇതാ ഫ്രണ്ട് പറഞ്ഞത്. ഇത് ആ നേരത്തെ മലയിലേക്കായിരുന്നു ഫേസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അത് കടലിലേക്കാക്കി. കണ്ണാടി. എന്റെ ദൈവമേ, കെട്ടിയാനും കെട്ടിയാലും കൂടെ അവിടെ കുറ്റിയടിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും തീരുവോ പണി? മൊത്തം കല്ല. ഇവിടെ ബേസ് സ്ട്രക്ചർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? നമ്മള് കഴിഞ്ഞോട്ടം വന്നതിനെക്കാട് ഈസി ആയിട്ട് നമ്മൾ ചെയ്തില്ലേ? ഇത്തവണ പെട്ടെന്ന് എല്ലാം സെറ്റായി. എന്തുകൊണ്ടാ? ഇത്തവണ പ്ലാൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു? നീയല്ലേ സൂപ്പർവൈസർ? സോറി, എനിക്ക് എന്റേതായ പ്ലാൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാനാണ് സൂപ്പർവൈസർ. കഴിഞ്ഞോടെ നമ്മള് ആൾക്കാരെയൊക്കെ ഡിസൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്തവണ എല്ലാവർക്കും ജോബ് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒന്ന് വെച്ചേ. Let's put this cooling glass on because I'm the supervisor. Ta 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 ta. ഇനി നമ്മളാണെങ്കിൽ ഇതിന്റെ അകത്തത്തെ കമ്പാർട്ട്മെന്റ്, ഇവിടെ 3 കമ്പാർട്ട്മെന്റ് ആണ്. 1, 2, 3 അങ്ങനെ 3 കമ്പാർട്ട്മെന്റ് ആണ്. 2 ബെഡ്റൂമും 1 ഹോളും അല്ലേ? യെസ്, 2 ബെഡ്റൂമും 1 ഹോളും ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓപ്പൺ കിച്ചൺ, ഇവിടെ ഓപ്പൺ ടോയ്ലറ്റും. അതെ, ടോയ്ലറ്റ് നമുക്ക് അപ്പുറത്തുണ്ടാക്കാനാണ്. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ആണ്. അവിടെ നമുക്ക് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഉണ്ട്. കഴിഞ്ഞ നമ്മൾ കുറെ പേരുണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ നമ്മൾ മാത്രമായിട്ട് നമ്മള് പ്രൈവറ്റ് ബീച്ചൊക്കെ എടുത്തേക്കുക പോലെ. ലക്ഷറി ലൈഫ് സ്വന്തമായിട്ട് ഇത്രയും വലിയ പ്രൈവറ്റ് ബീച്ച്, ഇത്രയും വലിയ പ്രൈവറ്റ് ബീച്ച് സ്വന്തമായിട്ട് എന്റെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് നമ്മളിവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കോൺട്രാക്ട് മൊത്തത്തിൽ ചേച്ചിക്ക് കൊടുത്തേക്ക. ഇവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചി ഏതാ കൺസ്ട്രക്ഷൻ വർക്ക്. ഈശോപ്പ കല്ല് ഇറക്കി. ഞാൻ പറഞ്ഞു ഈ കുഴി ആരടയ്ക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോപ്പ കുഴി നിറയ്ക്കുമെന്ന് പറഞ്ഞപ്പോ ഉടനെ ഈശോപ്പയ്ക്ക് പകരം ബാഗ് നിറയെ കല്ലുമായിട്ട് വന്നിട്ട് കുഴി നികത്തി. ടെന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അനുമോൾ? സെറ്റാക്കി മാത്രം മതി. അതെ, നമ്മളിപ്പോ ബെഡും കാര്യങ്ങളെല്ലാം നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുക. കമ്പാർട്ട്മെന്റ് എല്ലാം സെറ്റാക്കി അകത്ത് ഇത് ബെഡ് ഇട്ട് സ്ലീപ്പിംഗ് ബാഗ് 2 സിംഗിൾ ഉണ്ട്, പിന്നെ 1 ഡബിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ടെന്റ്. കാര്യങ്ങളെല്ലാം നമ്മൾ മേക്ക് ചെയ്തത്. റാന്തലും വന്ന് ഇനി ഇരുന്ന് കറക്കിയാൽ മതിയെന്ന്. രാത്രിയാകുമ്പോ അത്യാവശ്യം വെട്ടുണ്ടാവും അല്ലേ? കുറച്ചുകൂടെ പവർ വന്ന്. ഇല്ല, നമുക്കത് കറക്കി നമുക്ക് ചാർജ് വെക്കാം. ബാറ്ററി ഒന്നും അല്ല, കറക്കി നമുക്ക് ചാർജ് ചെയ്യുന്ന. നമുക്ക് ഇങ്ങനെ കറക്കി ചാർജ് ചെയ്യാം. കണ്ട അവിടെ റെഡ് ലൈറ്റ് റീചാർജബിൾ ആണ്. ചാർജ് ആവോ? ബാറ്ററി ചാർജ് ആവോ? ഇതൊന്നും അങ്ങോട്ട് കറക്കം ഇങ്ങോട്ട്. ആരാ കരയുന്നത് ഇവിടെ? സ്റ്റെപ്പൊക്കെ ചേച്ചി. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ ടെന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നല്ലേ അനുവേ? എല്ലാം സെറ്റാക്കി. നമുക്ക് ചെയറും കസേര എല്ലാം വെച്ച് ഇനിയിപ്പോ ഫുഡിങ്ങിന്റെ പരിപാടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഇപ്പൊ 7:15 സമയം. 8 മണിയാകുമ്പോൾ നമ്മൾ ഫുഡും പരിപാടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിൽക്കും. നമ്മളിവിടെ ഒരു ചെയർ കൊണ്ടുവന്നിട്ട് ഒരു ബെഡ് പോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ കണ്ടില്ലേ, ഇതേപോലെ ഒരാൾക്ക് വേണമെങ്കിൽ കിടന്നു നോക്കിക്കേ. വാ, സുഖമല്ലേ?
അനുമോള് സെറ്റായി. അനുമോൾക്ക് അത് മതി. ഇന്ന് അനുമോൾ അകത്ത് കിടക്കുന്നില്ല, തണുപ്പത്ത് അകത്ത് കിടക്കും. രാത്രിയാവുമ്പോഴേക്കും ഇങ്ങനെ മുകളിലോട്ട് പോയി ഇങ്ങനെ കിടക്കും. ചായ കുടിക്കാം. അപ്പൊ ഞങ്ങൾ മുറുക്കും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ടെന്റിന്റെ മുമ്പിൽ റെസ്റ്റ് ചെയ്തല്ലേ. അങ്ങനെ ഞങ്ങള് ഷട്ടറൊക്കെ അടച്ച്, വീടിന്റെ ഷട്ടറൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാ. രണ്ടുപേരും കൂടെ ഞങ്ങള് ബീച്ചില് കസേര ഇട്ടിരിക്കാൻ പോകും. അവിടെ ഫിഷിങ്ങിനായിട്ട് പോവാണ്. നമ്മള് റീലും കാര്യങ്ങളും റോഡും റീലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് അവര് അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ബെഞ്ചൊക്കെ ഇട്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയി ഇങ്ങനെയൊക്കെ ബീച്ചിന്റെ അവിടെ കൊണ്ട ടേബിൾ ഇട്ട് ബീച്ച് അതിന്റെ പൊക്കത്ത് ഇരുന്ന് ആസ്വദിക്കും. ടേബിളല്ല, ചെയർ ഇട്ട് അവളിന്റെ പൊക്കത്ത് ഇരുന്ന് ആസ്വദിക്കാൻ. ഫയർ ക്യാമ്പൊക്കെ ആരോ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഈ മരം നമ്മൾ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും അല്ലേ. അവിടെ കുറെ പേര് ടെന്റ് അടിച്ചിട്ട് ഫിഷിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് കുറെ പേര് ഡോഗ് വോക്കിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മൂഡ്. അടിപൊളിയായിട്ടോ സത്യം പറഞ്ഞാല്. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല വൈബല്ലേ. ഇന്നത്തെ ദിവസം നമ്മള് പൊളിക്കും. ഏത് മൂഡ്? അതെന്ത് സാധനം? ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. എന്നൊക്കെ വിജനമായ ബീച്ച്, ഞങ്ങൾ മാത്രം ഇവിടെ ഫിഷിംഗ് പരിപാടിയൊക്കെ. ഞങ്ങൾ ചുമ്മാ ഫിഷിംഗ് ചെയ്ത് നോക്കുക, ഒന്നും കിട്ടാനൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ഇവിടെ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. ഇവിടെയും കുറെ പേര് ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. ചുമ്മാ പോയിട്ടിട്ട് വരാം അല്ലേ. വന്ന വര മാത്രമേ കണ്ടുള്ളൂ, അതേപോലെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. എല്ലാം കിട്ടിയാ? ഒന്നും കിട്ടിയില്ല. എന്താ ഇവിടെ മാക്കറില കിട്ടുന്നത്. മാക്കറിൽ നമ്മൾ പിന്നെ ചെറിയ സാധനമാണല്ലോ. അവിടെ അവർക്ക് ഞങ്ങൾ പോയി തിരക്കിയപ്പോ അവർക്ക് ഒരു മാക്കറിൽ കിട്ടിയായിരുന്നു. മാക്കറിൽ തിന്നു മടുത്തല്ലേ. കഴിഞ്ഞ ദിവസം പോയിട്ട് ഞങ്ങൾക്ക് 52 മാക്കറില കിട്ടിയല്ലേ. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങള് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക, എൻ്റെ ഉണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് ടെന്റിലേക്ക് വരുവാണ്. ഇനി ബാക്കി കുക്കിങ്ങും പരിപാടിയൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ സമയമാണെങ്കിൽ 9 മണിയായി. ഞങ്ങൾ ഇങ്ങനെ കുക്കിങ്ങിന്റെ പരിപാടിയൊക്കെ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രിയായപ്പോ ചേട്ടന്റെ അകത്ത് ലൈറ്റും പരിപാടിയൊക്കെ ഇട്ട് നല്ല രസമില്ലേ കാണാനായിട്ട്. വെളിച്ചടിക്കുന്ന കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്, പക്ഷെ നമ്മൾ ക്രോസിംഗ് ലൈറ്റും പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒഫീഷ്യലി ഇവിടെ ഞങ്ങളുടെ ഫുഡ് മേക്കിങ്ങും പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. ഞങ്ങൾ ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയൊക്കെ ചെയ്യുകയാണ്. ഈ തീയെങ്ങാനും കത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കത്തണ കണ്ടില്ലേ നീ? നല്ല തണുപ്പുണ്ട് കേട്ടോ, പുകമുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാനായിട്ട്? ഇപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല ഈ കടലിൽ നിന്നുള്ള ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിങ്ങനെ കനലൊക്കെ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുകയാണ്. കത്ത് വെച്ചി കത്തിയല്ലേ അതെ. കനലിങ്ങനെ കത്തിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ ലൈഫിൽ നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ. അതെ. നമുക്ക് ആദ്യമേ എന്താ സോസേജ് ആണോ ബാർബിക്യൂ മറ്റേ കബാബാണോ? ഇടി അനുവേ, നീ എന്താ അവിടെ പോയിരുന്നത്? ഇതിന് സൂപ്പർവൈസിംഗ് ഒന്നും വേണ്ട. നിനക്കെന്താ പറ്റുന്നത്? എനിക്ക് തിന്നാൻ പറ്റും. അനുമോളുടെ ഊഴമാണ്. അതിനെ ഊത്. ആ ഓരട്ടെ. എടി തുപ്പലിടാനല്ല, ഊത് നീ. അങ്ങനെ വരട്ടെ. അപ്പൊ ഇത് മതി. ഇനി നമുക്കിനി കനൽ കത്തിക്കോളും. തീ കത്തിക്കോ. ഇത് സെറ്റാണ്. തീ കത്തിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് കബാബൊക്കെ വെച്ച്, കബാബൊക്കെ സുഖമല്ലേ, ഇങ്ങനെ സ്റ്റിക്കുള്ള കാരണം നേരെ എടുത്ത് വെച്ചാൽ മതി. നമ്മളിങ്ങനെ കബാബ് ഇങ്ങനെ ചുടാൻ വേണ്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂർ എടുക്കും അപ്പം? സമയം എടുക്കൂ. എനിക്ക് ഇപ്പൊ ഈ കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് തിന്നു. മുന്തിരി ഉണ്ട്, നല്ല മുന്തിരി ഉണ്ട്. ഇത്തിരി മുന്തിരി തന്നെ കഴിയില്ലല്ലേ നമ്മള്. അതാ ഞാൻ കഴിക്കാത്ത. അതൊന്നും നോക്കണ്ട, എടുത്ത് കഴിച്ചോ. ഉള്ളാക്കെ മുഴുങ്ങിക്കോ, ഇനി ഒന്നും ഇല്ല. ഇതൊക്കെയാണ് എന്റെ ലൈഫ്. സക്സസ് ആയില്ലെങ്കിൽ പട്ടിണി നടക്കേണ്ടി വരുമല്ലോ. എല്ലാവർക്കും ടെൻഷനായി. നമ്മുടെ കയ്യില് സ്റ്റൗ ഉണ്ട് അവിടെ. പിന്നെ നമ്മള് ഇതൊരു എന്താ പറയണ, ഇതൊരു കൗതുകം അല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അത് നമ്മളത് എൻജോയ് ചെയ്യാണ് ആ സംഭവം. അല്ല അതും വെച്ചോ, നമ്മൾ ഇനി പിന്നത്തേക്ക് വെക്കണ്ട. കാരണം കനല് കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. സ്ഥലമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ കബാബും സോസേജ് ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അപ്പൊ ഞങ്ങളത് ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് കബാബൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. ആടിച്ചു പോലെ ആട് വണ്ണാണോ? അപ്പൊ നൈറ്റിനുള്ള പരിപാടിയാണല്ലേ നമ്മള്.
തളർന്നാ? അയ്യോ വളരെയധികം തണുത്തിട്ട് ഒട്ടും ചേച്ചി അവിടെ. ഞങ്ങളാണെങ്കിൽ ഫുഡ് ഡേ കഴിഞ്ഞിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കി. സാധനങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് എല്ലാം കയറ്റി വെച്ച്. ചേച്ചി തല അങ്ങോട്ട് വെച്ചാണ് നടക്കണേ? ഇങ്ങോട്ട് വെച്ച് അങ്ങനെ ഡോറും അടച്ച്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അനു എനിക്ക് വാ. ഗുഡ് മോർണിംഗ്. ചേട്ടാ എനിക്കല്ലേ? അയ്യോ ഗുഡ് മോർണിംഗ്. അവിടെ നമ്മളെ സാധനങ്ങളെല്ലാം കിടക്കുക. ഇനി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നല്ല പണിയുണ്ടല്ലോ ഇന്ന് രാവിലെ. പോണ്ടേ വീട്ടി? സൺറൈസ് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അനു 6 മണിക്ക് എണീറ്റായിരുന്നു. ഞാൻ പറഞ്ഞു കിടന്നുറങ്ങണി. 6 മണിക്ക് ചാടി എണീറ്റേക്കണ്. ഇന്നലെ രാത്രി നമ്മള് ഉണ്ടാക്കിയതിന്റെ ബാക്കി ചിക്കൻ ഉണ്ടായിരുന്നു, അത് പട്ടി എടുത്തിട്ട് പോയി. ഞങ്ങള് ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. പല്ലൊക്കെ തേച്ചിട്ട് വരാം അല്ലേ? ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ആണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു വാഷ് ബേസിനും 2 യൂറിനലും ഒരു ക്ലോസറ്റും ഒരു കമ്മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രഷപ്പ് ആയ കുളിച്ച് സുന്ദരിയായ? അത് ശരി. ഇവിടെ ആണെങ്കിൽ ചൂടുവെള്ളവും ഇത്രയും ഫെസിലിറ്റി നിനക്ക് കിട്ടിയതെന്ന് പറയുന്നത് ചൂടുവെള്ളം ഇല്ലാത്തതിന് കുറ്റം പറയുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ കടലിന്റെ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ട്. രാത്രി ഫുള്ള് ഈ കടലിന്റെ നല്ല തിരമാല ഉണ്ടായിരുന്നു തോന്നുന്നു. രാത്രി നല്ല തിരമാലയുടെ ശബ്ദം. പിന്നെ മറ്റേ രാവിലെ ആയപ്പോഴേക്കും കിളികളുടെ ശബ്ദം. പിന്നെ ഇവിടെ കൂടി ഡോഗ് വാക്കിന് പോയ ആൾക്കാരുടെ പട്ടി ഡോഗിന്റെ ഒക്കെ ശബ്ദം. അനുവാണ് ഫസ്റ്റ് അറിഞ്ഞത് നമ്മുടെ ചിക്കൻ ആരോ എടുത്തോണ്ട് പോകുന്നുണ്ട്. മീൻസ് പട്ടി. നമ്മുടെ ടെന്റിന്റെ പുറകിലായിട്ടൊരു കുഞ്ഞിക്കാക്ക വന്നിട്ട് പറഞ്ഞോണ്ടിരിക്കും അവിടെ ഇരുന്ന്. അങ്ങനെ ഞാൻ പിന്നെ അതിന്റെ മറ്റേ ഷീറ്റിലൊക്കെ അടിച്ചായിരുന്നു. ഞാൻ ചെന്ന് അറിഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പഴാണ് ഞാൻ എണീറ്റത്. അപ്പൊ ഞാൻ നോക്കി അപ്പോഴാണ് 6 മണിക്ക് എണീറ്റിട്ട് എണീക്കാന്ന്. ഞാൻ പറഞ്ഞ കിടന്ന് ഉറങ്ങണി. അവിടെ 8 മണിയാകുമ്പോ എണീക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കിടത്തി ഉറക്കിയത്. ചെറുതായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട് അറിയില്ല. തിരമാലയുടെ ശബ്ദമായിരുന്നു അതോ? അല്ല, ചെറിയ രീതി പെയ്തിട്ടുണ്ട്. 11-12 മണിയായി ഞങ്ങൾ കടന്നപ്പോ. ഞങ്ങൾ ഇന്നലെ കുക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോ തന്നെ ഒരു സമയമായി. പിന്നെ ടയേർഡായി പോയി. പെട്ടെന്ന് ഈ ഒരു തണുപ്പത്ത് നിൽക്കുമ്പോഴേ നമുക്ക് പാടാ. പക്ഷെ രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത്. തുറന്നാടി ഞാൻ ഇവിടുത്തെ അവസ്ഥ കാണിട്ട് ഇതെന്താണിത്? എന്തോരം സാധനങ്ങളാന്ന് നോക്കിയേ. എല്ലാം ഞങ്ങൾ ഈ പെറുക്കി കൂട്ടി ഞങ്ങളുടെ ഹോളിലേക്ക് ഇട്ടല്ലേ ഇന്നലെ രാത്രി. ഇപ്പം നമ്മളാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. നോക്കിയാ ഒരു കൂട്ടം പട്ടികളുണ്ട്. നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്തായിരുന്നു മൊത്തം. ഇത് എന്താ സംഭവം എന്നറിയോ? മറ്റേ ഡോഗായിട്ട് വോക്കിനൊക്കെ വരത്തില്ലേ, അതേപോലത്തെ ജോബ് ചെയ്യുന്നവരെ ഇവര്. എന്താ ഇതുപോലെ തന്നെ രസമല്ലേ? ഇതേപോലെ പട്ടിനെ കൊണ്ട് നടന്നാൽ മതിയല്ലേ? എന്ത് രസമായിരിക്കും. ഓടുമല്ലോ അതിന്റെ പുറകെ ഓടണ്ടേ. എനിക്ക് 10-15 പട്ടിയുണ്ട്. അവര് 3 പേര്. അടിപൊളി വൈബ്. ഇതേപോലെയൊക്കെ വേണം ജോലി. ഇങ്ങനെ ഡോഗ്സ് ഒക്കെ ആയിട്ട് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക, ഡോഗ്സിനെ കളിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? ഒരുത്തം ഓടി വരണുണ്ടോ? അയ്യോ പൊളി. എന്തോരം പട്ടിയല്ല എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. അതും പല വെറൈറ്റി അല്ല. അടിപൊളി പട്ടി. അയ്യോ എന്നെ രസമാണ് കാണാൻ. എനിക്ക് ഈ പട്ടിക്ക് ഭയങ്കര ഓട്ടോ. ആ ഡേനനെ കാണാൻ പോകാൻ തോന്നുന്നു. എവിടെ കണ്ട? ഡേനനെ കാണാൻ പോകാനുള്ള വീട്ടിൽ പോടാ പോടാ. പെർമിഷൻ ചോദിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ ഡയാനെ ഞാനൊന്ന് കണ്ടോട്ടെ. നിങ്ങളുടെ ഡയാനായിട്ട് ഞാനൊന്ന് കൂട്ടുകൂടിക്കോട്ടെ എന്നൊക്കെ. അങ്ങനെ ഓൾ സെറ്റ് അല്ലേ അനുമോൾ? എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു ധൃതിയിലായിരുന്നു ഞങ്ങൾ പാക്കിങ്ങിനുള്ള എല്ലാം കയറ്റി. ഇനി നേരെ നമ്മൾ വീട്ടിലേക്കല്ലേ?